വിശുദ്ധിതൻ പ്രേമഗംഗയാണല്ലോ. ഒന്നു നീ അറിഞ്ഞാലും സ്ത്രീ എന്ന ജന്മം വിശ്വസംഗീത വിശുദ്ധിതൻ പ്രേമഗംഗയാണല്ലോ. അവളെ പിച്ചി ചീന്തും അജ്ഞാത ദുഷ്ടന്മാർക്ക് നരകകാമത്തിന്റെ കൊമ്പുള്ള മൃഗീയത. അവളെ പിച്ചി ചീന്തും അജ്ഞാത ദുഷ്ടന്മാർക്ക് നരകകാമത്തിന്റെ കൊമ്പുള്ള മൃഗീയത. മനുഷ്യൻ നീങ്കിലേ പ്രപഞ്ചത്തിൻ ഹൃദയസ്ഥാനം കാക്കും അമ്മയെ പൂജിക്കുക. മനുഷ്യൻ നീങ്കിലേ പ്രപഞ്ചത്തിൻ ഹൃദയസ്ഥാനം കാക്കും അമ്മയെ പൂജിക്കുക. ഒരു ജനതയുടെ പുരോഗതിയെ കുറിക്കുന്ന ഏറ്റവും നല്ല ഉഷ്ണമാവേലി സ്ത്രീകളോടുള്ള അതിന്റെ പെരുമാറ്റമാണ്. ഈ മൂല്യബോധം തിരിച്ചുപിടിക്കാൻ ഈ സിംഹഗർജനം ശ്രദ്ധിക്കൂ. ഹിന്ദുവിന്റെ മനസ്സിൽ സ്ത്രീ എന്ന പദം മാതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ കുടുംബം ഭരിക്കുന്നത് ഭാര്യയല്ല, മാതാവാണ്. ഭാരതത്തിലെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീത്വത്തിന്റെ ശക്തി മുഴുവൻ മാതൃഭാവത്തിലാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടി അമ്മയുടെ മടിയിൽ തലവെച്ച് മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. ആ അമ്മ എവിടെ? അരുത് മകളെ, മാംസത്തിനോട് ബന്ധപ്പെട്ട ഒന്നിനോടും നീ കൂട്ടിച്ചേർക്കപ്പെടരുത്. കാമത്തിനും മാംസവാസനകൾക്കും അടുക്കാൻ പാടില്ലാത്തതായി അമ്മയെന്നല്ലാതെ മറ്റേത് പേരുണ്ട്? അമ്മയുടെ സ്നേഹമാണ് ഐശ്വര്യമായ സ്നേഹത്തോട് അടുത്തിരിക്കുന്നത്. ഇതാണ് ഭാരതത്തിന്റെ ആദർശം. ഇതാണ് ഭാരതത്തിന്റെ ആദർശം. വേദങ്ങൾ തെറ്റിപ്പഠിച്ചന്യനെ കൊന്നു ജാതി രാക്ഷസം തീണ്ടി ഭ്രാന്തമാക്കിയ ഭൂമി. വേദങ്ങൾ തെറ്റിപ്പഠിച്ചന്യനെ കൊന്നു ജാതി രാക്ഷസം തീണ്ടി ഭ്രാന്തമാക്കിയ ഭൂമി. ഈ ഭൂമി എന്റേതെന്ന് ചൊല്ലുന്ന മഹാമൂഢൻ, ഈ ഭൂമി എന്റേതെന്നു ചൊല്ലുന്നു മഹാമൂഢൻ. ശ്രീഭൂത പഞ്ചാക്ഷരം തേടാത്ത നിരക്ഷരൻ, ശ്രീഭൂത പഞ്ചാക്ഷരം തേടാത്ത നിരക്ഷരൻ. ഞാനുമേ നീയും ജീവരക്തത്തിലൊന്നാണെന്നു നൂറജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. ഞാനുമേ നീയും ജീവരക്തത്തിൽ ഒന്നാണെന്നു നൂറജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. നൂറജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ വലിയൊരു വ്യക്തിത്വം ഈ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സവർണൻ നടക്കുന്ന തെരുവിൽ കൂടി കീഴ്ജാതിക്കാരന് നടന്നുകൂടാ. പക്ഷേ വികൃതമായൊരു ക്രിസ്ത്യൻ നാമം അല്ലെങ്കിൽ ഒരു മുഹമ്മദീയ നാമം സ്വീകരിച്ചാൽ മതി, എല്ലാം ഭദ്രമായി. സ്വന്തം സന്തതികളെ പട്ടിണി കിടന്ന് മരിക്കാൻ വിടുന്നു. മറ്റൊരു മതം സ്വീകരിച്ചാലോ വെടുപ്പായി തീറ്റിപ്പോറ്റുന്നു. നീചവും പൈശാചികവുമായ ആചാരങ്ങൾ പുലർത്താൻ ലജ്ജയില്ലാത്തവർ. അതെ, ഇതാണ് ഭ്രാന്താലയം. ഇതാണ് ഭ്രാന്താലയം. ഇതാണ് ഭ്രാന്താലയം.
ചട്ടമ്പി സ്വാമികളെ വിവേകാനന്ദ സ്വാമികൾ അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ചതും താന്ത്രിക വിഷയമായ ചിന്മുദ്രയെപ്പറ്റി സംസാരിച്ചതും അതിമഹാനായ യോഗിവര്യനായി ചട്ടമ്പി സ്വാമികളെ വിവേകാനന്ദ സ്വാമികൾക്ക് അനുഭവപ്പെട്ടതും കേരളത്തിന്റെ മനസ്സിലെ സൂര്യ തേജസ്സാർന്ന സ്മരണകളാണ്. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ തത്തിമുടക്കിയത് സ്വാമി വിവേകാനന്ദൻ എന്ന ഭാരതപുത്രന് മുമ്പിൽ മാത്രമായിരുന്നു. അതെ, കന്യാകുമാരി ഭാരതത്തിന്റെ ആ അവസാനത്തെ ശിലയിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ മുഴുകിയ ആ മനസ്സ് ആരാഞ്ഞത് ഭാരതത്തിന്റെ അധപ്പതനത്തിന്റെ ഹേതുവായിരുന്നു. മുഴുവൻ ഭാരതത്തെക്കുറിച്ചും ദേശീയ ജീവിതത്തെക്കുറിച്ചും സ്വാമിജി ചിന്തിച്ചു. ആധ്യാത്മികതയുടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാത്രമേ ഭാരതത്തിൽ ഉയരാൻ കഴിയൂവെന്ന് അദ്ദേഹം കണ്ടു. കൊടും തപസ്സിന്റെ ചൂടിൽ കടഞ്ഞെടുത്ത ആ സിംഹഗർജനം ഇങ്ങനെയായിരുന്നു: നാം ഇത്രയേറെ സന്യാസിമാർ മതപ്രസംഗം നടത്തിക്കൊണ്ട് ഊഴി ചുറ്റുന്നു. അതെല്ലാം വെറും ഭ്രാന്താണ്. വിശക്കുന്ന വയറിന് വേണ്ടത് മതമല്ല, ഭക്ഷണമാണ്. ഇവിടെ വേണ്ടത് ത്യാഗവും സേവനവുമാണ്. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions, and I thank you in the name of millions and billions of Hindu people of all classes and sects. My thanks also to some of the speakers on this platform who, referring to the delegates from the Orient, have told you that these men from far-off nations may well claim the honor of bearing to different lands the idea of toleration.
ചുണക്കുട്ടികളെ, എന്റെ ചുണക്കുട്ടികളെ, ഭാവിയിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ കാണുന്നില്ല, ഞാൻ കാണാൻ കൂട്ടാക്കുന്നുമില്ല. എന്നാൽ ജീവിതം പോലെ സ്പഷ്ടമായ ഒരു കാര്യം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നു. പ്രാചീന ജനനി ഒരിക്കൽ കൂടി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ശാന്തിയുടെയും ശുഭാശിഷങ്ങളുടെയും ഉദ്ഘോഷത്തോടു കൂടിയും അമ്മയെ സർവ്വലോകത്തോടും പ്രഖ്യാപിക്കുക, അമ്മയെ സർവ്വലോകത്തോടും പ്രഖ്യാപിക്കുക. India had a glorious past. India will have a future certainly more majestic. In order to march boldly in equal pace, side by side with other materially advanced nations of the world, a young Bengal emulate the manly ways of Lakshmi Bai, the Rani of Jhansi, whose gallantry the English commander has recognized. Ye sons of immortal bliss, your duty should be service to motherland. What India needs today is a bomb. I am Indian. Every Indian is my brother. Say, brother, the soil of India is my highest heaven. The good of India is my good. ആതുര ശുശ്രൂഷ മുതൽ വിദ്യാഭ്യാസം മുതൽ മനുഷ്യന്റെ നൈസർഗികമായ ചിരിക്ക് വരെ വിലയിടുന്നവർ ഈ ശബ്ദം ശ്രദ്ധിക്കുക. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലും അജ്ഞതയിലും ആണ്ടുകിടക്കുമ്പോൾ അവരുടെ ചെലവിൽ വിദ്യാഭ്യാസം നേടി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഓരോരുത്തരെയും ഞാൻ രാജ്യദ്രോഹിയായി കണക്കാക്കൂ. ഉയരട്ടെ നവീന ഭാരതം. ചെരുപ്പുകുത്തിയുടെ ചാളയിൽ നിന്ന്, അലക്കുകാരന്റെ കുടിലിൽ നിന്ന്, തൊഴിലാളിയുടെ കൂരയിൽ നിന്ന്, കർഷകന്റെ കലപ്പയിൽ നിന്ന്, കൃഷിഭൂമിയിലെ ഉഴവുചാലിൽ നിന്ന്, ഉണരട്ടെ ഭാരതം ഗ്രാമാന്തരങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്,